നമുക്ക് തരുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് വിശുദ്ധ കുരിശ്. നമ്മൾ കുരിശിനെ ആരാധിക്കുകയല്ല, കുരിശിനെ വണങ്ങുകയാണ്. വിശുദ്ധ കുരിശിനെ നമ്മൾ ആരാധിക്കുകയല്ല, വിശുദ്ധ കുരിശിനെ നമ്മൾ വണങ്ങുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ കുരിശുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിന്ത പങ്കുവെക്കുകയാണ്. വിശുദ്ധ അത്തനേഷ്യസ് എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്. AD 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു വിശുദ്ധനാണ് വിശുദ്ധ അത്തനേഷ്യസ്. അപ്പോൾ ഈ അത്തനേഷ്യസ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം വിശുദ്ധ കുരിശിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധവും ജീവദായകവുമായ കുരിശിനാൽ നാം മുദ്ര വയ്ക്കുമ്പോൾ, അടയാളപ്പെടുത്തുമ്പോൾ പിശാചുക്കളും ശല്യങ്ങളും വിപത്തുകളും ആട്ടിയോടിക്കപ്പെടുന്നു. കുരിശടയാളം വരയ്ക്കുമ്പോൾ പണമോ കാശോ കൊടുക്കാതെയാണ് നാം അവനെ സ്തുതിക്കുന്നത്. ഒരേ ഒരു കയ്യിൽ ഉയർത്തപ്പെട്ട 3 വിരലുകൾ കൊണ്ട് കുരിശടയാളം വരയ്ക്കുമ്പോൾ അവിശ്വാസികളായ പാഷണ്ഡതക്കാർ പോലും യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും അംഗീകരിച്ചിരുന്നതായി സഭാപിതാക്കന്മാർ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഒരൊറ്റ കൈ, എന്നാൽ 3 വിരലുകൾ. അപ്പം ഈ 3 വിരലുകൾ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് നാം കുരിശ് വരയ്ക്കുമ്പോൾ നെടുകയും കുറുകയുമായ കുരിശ്, അത് അവൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നു. നോക്കിയേ, ഒരൊറ്റ കൈ ദൈവം, അതിൽ 3 വിരലുകൾ പിതൃപുത്ര പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് കുരിശ് വരയ്ക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വം സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി. അവൻ നമ്മെ, പാപികളായ നമ്മെ, ഇടത്തേതിൽ നിന്ന് വലത്തേതിലേക്ക് രക്ഷിച്ചു. അപ്പോൾ അവൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വത്തിൽ അവനേറ്റ സഹനങ്ങളും നമ്മുടെ രക്ഷയ്ക്കായി തീർന്നു. അപ്പോൾ ഒറ്റ കുരിശ് വരയിൽ പ്രിയപ്പെട്ടവരെ രക്ഷയുടെ എല്ലാ ചരിത്രവും അടങ്ങിയതിനാൽ വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നത്, നാം കുരിശ് വരയ്ക്കുമ്പോൾ അത് പിശാചുക്കളുടെ എല്ലാ ശല്യങ്ങളെയും വിപത്തുകളെയും നമ്മിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൻ്റെ അടിത്തറ എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. കുരിശിൻ്റെ പുകഴ്ചയുടെ പെരുന്നാളാണ്. നമ്മൾ കുരിശിനെ വണങ്ങുകയാണ്, ആരാധിക്കുകയല്ല, കുരിശിനെ വണങ്ങുകയാണ്. അപ്പോൾ ഈ കുരിശിനെ വണങ്ങുന്നത് വഴി നമുക്ക് അതിൻ്റെ പിന്നിലെ എന്താണ് ദൈവശാസ്ത്രം, അതിൻ്റെ പിന്നിലെ അർത്ഥം, ദൈവം സ്വർഗം വെളിപ്പെടുത്തുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ലൂക്ക 24-ന്റെ 26-ാം വാക്യം. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഏതെല്ലാം സഹിച്ച്? ഈ കുരിശു മരണം. ഇത് മഹത്വത്തിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. ഇതിന് പിന്നിലെ വലിയ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഈ കുരിശ് എന്ന് പറയുന്നത് മഹത്വമാണ്. ഇത് ഈ കാലഘട്ടത്തിൽ പിശാച് നമ്മുടെ തലയിൽ നിന്ന് എടുത്തു മാറ്റും. കുരിശൊരു ശാപമാണെന്നും കുരിശ് പേടിക്കേണ്ടതാണെന്നും കുരിശിൽ എല്ലാം നഷ്ടപ്പെടുമെന്നും കുരിശ് വന്നോ നമ്മുടെ ജീവിതം തകർന്നുവെന്നും ധരിക്കുന്ന ഒരു കാലത്ത് ദൈവത്തിൻ്റെ വചനം, സത്യവചനം മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിൽ കുരിശ് മഹത്വത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ കുരിശ് നമ്മെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ 3 വചനം ബൈബിളിൽ നമ്മൾ പഠിക്കണം. 3 വചനം. ഒന്ന് ലൂക്ക 24-27, ലൂക്കയുടെ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. ഇപ്പൊ വായിച്ച വചനത്തിന്റെ തൊട്ട് പിന്നിലെ അടുത്ത വചനം വായിക്കാം. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതൊന്നാമത്തെ കാര്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കണേ, ഒരു സഹനം, ഒരു കുരിശ്, ഒരു ഒറ്റപ്പെടൽ, ഒരു വിവാദം, ഒരു വേദന, ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ മറ്റുള്ളവർ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളിൽ നമ്മെ കുരിശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് മഹത്വമായി മാറും എന്ന് മനസ്സിലാക്കേണ്ടത് ഒന്ന്
ലൂക്കാ 24:27 പറയുകയാണ്, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്നത് വ്യാഖ്യാനിക്കപ്പെടണം. ഹല്ലേലൂയ. അതായത് ബൈബിൾ അറിയാത്തവർക്ക്, പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് യാത്ര ചെയ്യാത്തവർക്ക്, ബൈബിളിൻ്റെ പൊരുൾ മനസ്സിലാക്കാത്തവർക്ക് സഹനം ഒരു ശാപമാണ്. ഇതിൽ നിന്ന് ഓട്ടമായിരിക്കണം. നമ്മൾ മറ്റുള്ളവൻ്റെ തലക്കിട്ടടിക്കും. ഇതെനിക്ക് തന്നവനെ ഞാൻ ഭൂമിക്കുമേ വെച്ചകത്തിൽ അവനെ വെട്ടിക്കണ്ടിച്ച് തോരൻ വെക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അറിയാവുന്നവർക്ക് മോശ തുടങ്ങി ഈ സമയം വരെ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരുന്നതെല്ലാം ഈ ബൈബിളിലുണ്ട്. അദൃശ്യമായി യേശു പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ ദൃശ്യമായും യേശുവുണ്ട്. ഇന്ന് സഭയിൽ അവൻ്റെ കൗദാശിക സാന്നിധ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു യേശുക്രിസ്തുവിൻ്റെ 4 തരം സാന്നിധ്യം. ഒന്നാമത്തെ സാന്നിധ്യമാണ് യേശുവിൻ്റെ ഭൗതിക സാന്നിധ്യം എന്ന് പറഞ്ഞാൽ BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 33 വരെ ജീവിച്ചിരുന്ന, നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ച, ഉണ്ട്, ഉറങ്ങി, വസ്ത്രം ധരിച്ച്, കാര്യം പറഞ്ഞ് ഓടി നടന്ന ഒരു ക്രിസ്തു. അതാണ് യേശുവിൻ്റെ ഭൗതിക സാന്നിധ്യം, ഫിസിക്കൽ പ്രസൻസ്. ചരിത്രത്തിലെ യേശു, ജീവിച്ച് മരിച്ച് ജനിച്ച് മരിച്ച യേശു ക്രിസ്തു. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക സാന്നിധ്യം. രണ്ടാമത്തത്, അതിനുശേഷം അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഉദ്ധിത ശരീരം എന്ന് പറഞ്ഞാൽ അവൻ്റെ റിസൺ ബോഡി, തേജസ്കരിക്കപ്പെട്ട ശരീരം, പ്രകാശമാനമായ ശരീരം. അതാണ് സമൃദ്ധമായ ജീവന്റെ ശരീരം, നിത്യജീവന്റെ ശരീരം. അത് അടച്ചിട്ടിരുന്ന മുറിയിൽ കയറി അത് അവരുടെ മുൻപിൽ ഇരുന്നവർക്ക് സമാധാനം ആശംസിച്ചു. അവരുടെ മുമ്പിൽ ഇരുന്ന് വറുത്തുമീൻ കഴിച്ചു. അവന് വസ്ത്രം വേണ്ടായിരുന്നു. അവൻ്റെ ശരീരം ഉദ്ധിത ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം. അതാണ് റിസൺ ബോഡി, റിസൺ പ്രസൻസ്, ഉയർപ്പിക്കപ്പെട്ട സാന്നിധ്യം. മൂന്നാമത്തൊരു സാന്നിധ്യമുണ്ട്, അവൻ്റെ മൗതിക ശരീരം അഥവാ സഭാഗാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ. അതുകൊണ്ടാണ് സാവൂൾ പൗലോസ് ആകുന്നതിന് മുൻപ് സഭയെ പീഡിപ്പിച്ചപ്പോൾ ദൈവം സാവൂളിനോട് ചോദിക്കുന്നു, സാവൂൾ സാവൂൾ നീ എന്തിന് സഹായിക്കും എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സാവൂൾ ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചപ്പോൾ യേശുക്രിസ്തുവിനാ നൊന്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ ശരീരം, സഭാത്മക ശരീരം, മൗതിക ശരീരം, ഭൗതിക ശരീരമല്ല, ഫിസിക്കൽ ബോഡിയല്ല, മിസ്റ്റിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടായ്മ. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളുടെ സഭയിലുണ്ട്, ഇന്നും ജീവിക്കുന്നവനായി. അതാണ് ഈശോയുടെ മൂന്നാമത്തെ സാന്നിധ്യം, മിസ്റ്റിക്കൽ പ്രസൻസ്. നാലാമത്തെ സാന്നിധ്യമാണ്, ആർക്ക് പറയാം? എല്ലാം കേൾക്കുന്നുണ്ട്, ഇത് എവിടെ പോകുന്നു? നാലാമത്തെ സാന്നിധ്യമാണ്, പറയുന്നവർക്കൊരു സമ്മാനം. പറ. അയ്യോ, പറഞ്ഞു. എന്താണ് ബേസിൽ? സ്പിരിച്വലോ? സ്പിരിച്വൽ പ്രസൻസ് അല്ല, അത് ദൈവം എല്ലായിടത്തും ഉണ്ട്. ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ആത്മീയ സാന്നിധ്യമുണ്ട്. എന്നാൽ നാലാമത്തെ സാന്നിധ്യം കൗദാശിക സാന്നിധ്യം അഥവാ സാക്രമെന്റൽ പ്രസൻസ്. വിശുദ്ധ കുർബാനയിൽ അവനുണ്ട്, കുംഭസാരത്തിൽ അവനുണ്ട്, മാമോദീസായിൽ അവനുണ്ട്, അവൻ വിവാഹത്തിൽ അവൻ ഉടമ്പടി മധ്യസ്ഥനായിട്ട് അവനുണ്ട്, പട്ടത്വം അവൻ്റെ പൗരോഹിത്യത്തിൽ അവനുണ്ട്, ക്രിസ്തു എന്ന പുരോഹിതൻ. അപ്പൊ ഈ അവൻ്റെ കൗദാശിക സാന്നിധ്യം, സാക്രമെന്റൽ പ്രസൻസ്. ഇപ്പൊ 4 തരത്തിലുള്ള സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിൻ്റെ ഈ 4 സാന്നിധ്യങ്ങളെയും നമ്മൾ ബൈബിളിലുള്ളത് മോശ തുടങ്ങി യേശുക്രിസ്തു വരെയുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരെയുള്ള അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുരിശ് മഹത്വത്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം ഇതാണ്, മോശ തുടങ്ങി ക്രിസ്തുവിനെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ട ബൈബിൾ
പഠിക്കണം. പഠിച്ചാൽ, ശ്രദ്ധിച്ചാൽ നമുക്ക് കുരിശ്, സഹനം, ഒരാൾ നമ്മളെ വേദനിപ്പിച്ചാൽ നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യമാണ്. അതായത് 3 വാക്യങ്ങൾ മനസ്സിലാക്കിയാൽ കുരിശിന്റെ പൊരുൾ നമുക്ക് പിടികിട്ടും. കുരിശിന്റെ പൊരുൾ: ഒന്ന്, ബൈബിളിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടണം, അത് മനസ്സിലാക്കണം. 2, യോഹന്നാൻ 10:10 വായിക്കാമോ? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് സമൃദ്ധമായ ജീവൻ തരാനാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ കുരിശ് സഹിക്കും. ജീവശാസ്ത്രപരമായ ഒരു ജീവനുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബയോളജിക്കൽ ലൈഫ്, സസ്യം, മൃഗം, മനുഷ്യൻ, ഇതിനെല്ലാം ബയോളജിക്കൽ ലൈഫ്, ജീവശാസ്ത്രപരമായ ജീവൻ. ചലിക്കുന്നത് കൊണ്ടും വളരുന്നത് കൊണ്ടും ചിന്തിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്കതറിയാം. എന്നാൽ ഇതിനപ്പുറത്തേക്കൊരു ജീവനുണ്ട്. അതാണ് യേശു വിളിച്ച സോയെ. സോയെ എന്ന് പറഞ്ഞാൽ ZOE, സോയെ എന്ന് പറഞ്ഞാൽ സമൃദ്ധ ജീവൻ, ജീവശാസ്ത്രപരമായ ജീവൻ, അപ്പുറത്തേക്കൊരു ജീവൻ. അതാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ. ഈ ജീവനെ കുറിച്ച് ആർക്കെങ്കിലും ഒത്തിരി വെട്ടം കിട്ടിയാലുണ്ടല്ലോ, പിന്നെ സഹനങ്ങൾ ഏറ്റെടുക്കും. ഒരമ്മച്ചി 10 മക്കളെ പ്രസവിച്ചു, അപ്പച്ചൻ മരിച്ചു. 10 മക്കളും പഠിച്ച് മിടുക്കരായി അമേരിക്കയിൽ പോയി. എല്ലാവരും അവിടെ ആക്റ്റീവാണ്. ഇവിടെ അമ്മച്ചി ഒറ്റയ്ക്ക്. കുറേ നാളൊക്കെ അമ്മച്ചി ഇങ്ങനെ കൊണ്ടുപോയി വിദേശത്ത്. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, എന്നെ നാട്ടിലെങ്ങാണ് ഇട്ടാൽ മതി, എനിക്ക് ആ നാട്ടിലെ തൊടിയിൽ നിന്ന് ഇത്തിരി വെള്ളം കോരി തലവണങ്ങ ഒഴിക്കുന്നു, എനിക്കത് മതി, നാട്ടിൽ മതി, എനിക്ക് മടുത്തുന്നു. അങ്ങനെ അമ്മച്ചി വീട്ടിലിങ്ങനെ ഒരു ജോലിക്ക് സഹായിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അമ്മച്ചി ആരോഗ്യത്തോടെ ഭംഗിയാണ്, 84 വയസ്സായിട്ട് ഇങ്ങനെ കഴിയാണ്. അപ്പോൾ വികാരിയച്ഛൻ ചെന്നിട്ട് ചോദിച്ചു, അമ്മച്ചി 10 മക്കളെ പ്രസവിച്ചു, ഒരെണ്ണം ഇവിടെ ഇല്ല, എല്ലാം വിദേശത്ത്. അമ്മച്ചിക്ക് സങ്കടമുണ്ടോ ഇവരാരും ഇല്ലാത്തതുകൊണ്ട്? ഉടനെ അമ്മച്ചി പറഞ്ഞാണ്, ഞാൻ എന്തിനാത്തിന് സങ്കടപ്പെടണം വെച്ചാ, എനിക്കെൻ്റെ കർത്താവുണ്ട്, എനിക്കെൻ്റെ ദൈവമില്ല വെച്ചാ. യവന്മാരെ വല്ലതും നോക്കിയിട്ടാണോ ഞാൻ പറ്റത്? എനിക്കെൻ്റെ ദൈവമുണ്ട്. ഇതാണ് ഈ അമ്മച്ചിക്ക് സ്വർഗത്തെക്കുറിച്ചൊരു വെട്ടം കിട്ടിയതാളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൃദ്ധമായ ജീവനെക്കുറിച്ചൊരു വെട്ടം കിട്ടിയ പിന്നെ പ്രിയപ്പെട്ടവരെ കുരിശ് നമ്മൾ സഹിക്കും. പണ്ട് ഒരു കഥയാണ്. ഒരമ്മച്ചി പണ്ട് കപ്പൽ മാർഗം അമ്മച്ചി ഒരു നാട്ടിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുക. കപ്പലിലാണ് പോകുന്നത്. അപ്പം ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടെന്നാണ് പറയാം. അപ്പം എല്ലാവരും കിടന്ന് കാറിക്കൂവി നിലവിളിച്ചപ്പോൾ ഈ അമ്മച്ചി മാത്രം ചിരിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അപ്പോൾ കപ്പിത്താൻ വന്ന് ചോദിച്ചു, അമ്മച്ചി കപ്പൽ മുങ്ങാൻ പോവുക, അമ്മച്ചി എന്നാ ചിരിച്ചോണ്ടിരിക്കണേ, പൊട്ടാണോ? അപ്പോൾ കപ്പിത്താനോട് പറഞ്ഞു, സാറേ ഈ കപ്പല് രക്ഷപ്പെട്ട് ഞാൻ അങ്ങ് ഇംഗ്ലണ്ടിൽ ചെന്നാ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മോടെടുത്ത് ഇളയ മോടെടുത്ത് ഞാൻ ചെല്ലും. അതല്ല ഇത് മുങ്ങി എല്ലാവരും മരിക്കുന്ന കൂട്ടത്തിൽ ഞാനും മരിച്ചുപോയ എൻ്റെ മൂത്ത മോള് സ്വർഗത്തിലുണ്ട്, അവിടെ അടുത്ത് ഞാൻ ചെല്ലും. 2 മക്കളേ ഉള്ളൂ, ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഹാപ്പി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പ്രത്യാശ. ഈ സമൃദ്ധമായ ജീവനെ കുറിച്ച് ഒരു വെട്ടം, ഒരു സ്പാർക്ക്. ഉദാഹരണത്തിന് നമ്മളൊക്കെ ഈ കരണ്ടൊക്കെ ഇല്ലാത്ത, മഴ പെയ്ത് ഈ കൂരിരുട്ടായ ചന്ദ്രനെയൊക്കെ മേഘം മറച്ച് കൂരിരുള് തണ്ട ഒരു രാത്രി നമ്മൾ വീട്ടിലോട്ട് പോകണമെന്ന് വെച്ചു, ഒരു മല കയറി പോകണം. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പോകുന്ന വഴിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇരുട്ട് പിടിച്ചിട്ട് വഴിയെല്ലാം പണ്ടങ്ങാണ്ട് നമ്മൾ ബന്ധുവിൻ്റെ വീട്ടിൽ പോയെന്ന് വെച്ചു, നമ്മൾ മറന്നുപോയി. ഇരുട്ടത്ത് ഇങ്ങനെ തപ്പി നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇതാണോ വഴി, ഇതാണോ വഴി, അവിടെ പാമ്പുണ്ടോ, ഇവിടെ കുഴിയുണ്ടോ, കിണറാണോ, ഇങ്ങനെ തപ്പി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊല്ലിയാൻ മിന്നി. ഒരു നിമിഷത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ
ഒരു 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 ദൃശ്യം കിട്ടി. പിന്നെ നമ്മൾ നടക്കും. പിന്നെ ഇരുട്ടാണെങ്കിലും നമുക്ക് ആ വെട്ടം കിട്ടിയത് കൊണ്ട് ആ ഒരു വെളിച്ചത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ നടക്കും. നമുക്ക് വഴി കിട്ടി. ഇതാണ് റൂട്ട്. ഹല്ലേലൂയ. ഇതുപോലെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സ്വർഗം വല്ലപ്പോഴും ഈശോ ഉണ്ടല്ലോ നിത്യതയെക്കുറിച്ച് ഒരു പ്രകാശം കൊണ്ട് തരും. അതീന്ദ്രിയമായ ഒരു മഹത്വത്തിന്റെ ഒരു ഒളി, ഒരു പ്രകാശം, ഒരു വെട്ടം, അത് മതി. അത് കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ലോകത്തിലെ എല്ലാ സഹനങ്ങളുടെയും വിഷയങ്ങൾ. ഇതാണ് ഈശോ പറഞ്ഞ രണ്ടാമത്തെ വചനം. ഞാൻ വന്നിരിക്കുന്നത് ഈ സമൃദ്ധമായ ജീവൻ തരാനാണ് എന്ന് ഒന്നും മനസ്സിലാക്കി കിട്ടിയാൽ പിന്നെ നമ്മൾ സഹനങ്ങളെ നോക്കി പഴി പറയുകയല്ല, പേ പറയുകയല്ല. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് യോഹന്നാൻ 10:10. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. അതായത് ഈ കുരിശ് പുതിയ ജനുസിലേക്കുള്ള ജീവനിലേക്കുള്ള ഒരു ഗോവേണിയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ, അതായത് നമ്മുടെ ഈ സഹനം നമുക്കൊരു പുതുനാമ്പ്, പുതുജീവൻ തരാനുള്ള ഒരു ഗോവേണിയാണ്. നമ്മൾ അതിലൂടെ കയറി അടുത്തൊരു തലത്തിലേക്ക് എത്താൻ വേണ്ടി ദൈവം തരുന്നതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഒന്ന് മോശ മുതൽ യേശുക്രിസ്തു വരെയുള്ള വ്യാഖ്യാനങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടാകും. ബൈബിൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിൾ കേൾക്കാനും വായിക്കാനും ബൈബിളിൻ്റെ സത്യങ്ങൾ അറിയാനും ഒരു താല്പര്യം ഉണ്ടായാൽ മതി. കുരിശിൻ്റെ അർത്ഥവും പൊരുളും നമുക്ക് മനസ്സിലാകും. 2, യേശുക്രിസ്തു വന്നത് സമൃദ്ധമായ ഒരു ജീവൻ തരാനാ, നിത്യജീവൻ. ഇതിനു ശേഷം ഒരു ജീവിതമുണ്ട് നമുക്ക്. ഇത് ഉട്ടോപ്യൻ സിദ്ധാന്തമല്ല, ഈ ലോകം കൊണ്ട് തീരുന്നതല്ല വിഷയം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വന്നത് നമ്മൾ കരുതരുത് 10 സെന്റ് സ്ഥലം തരാനാണെന്ന്, നമുക്കൊരു ജോലി തരാനാണ്. അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ആളുകൾ, യേശുവിൻ്റെ കാലത്ത് പോലും പിന്നെയും രോഗികളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ മുടന്തനായ ഒരു മനുഷ്യനിരിപ്പുണ്ടായിരുന്നു. അവൻ പത്രോസിനെ യോഹന്നാനെ കൈ നീട്ടി എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി. പത്രോസ് യോഹന്നാനും അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു, സ്വർണമോ വെള്ളിയോ ഇല്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. എന്നിട്ട് ബൈബിൾ പറയാണ്, അവന് ഏതാണ്ട് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാ പറയുന്നേ? ലിയ കണ്ടുപിടിച്ചിട്ട് പറയണേ, എത്ര വയസ്സ്? അത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 3-ാം അധ്യായത്തിലോ 4-ാം അധ്യായത്തിലോ ഉണ്ട്. മുടന്തനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നത്. അവന് 40ഓളം എത്ര വയസ്സുണ്ടായിരുന്നു? എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അവൻ ജൂനിയർ അല്ല, സീനിയർ ഒരു മനുഷ്യനാണ്. അവൻ വർഷങ്ങളായിട്ട് ഈ ദേവാലയത്തിൻ്റെ മണ്ഡപത്തിലിരുന്ന് പിച്ചെടുക്കുമായിരുന്നു. ചോദ്യം ഇതാ, അവൻ അവിടെ ഇരിക്കുമ്പോൾ യേശു ആ ദേവാലയത്തിൽ വന്നിട്ടില്ലായിരുന്നോ? യേശു മരിച്ചിട്ട് 1 വർഷത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളായത്. യേശു അവിടെ ഉണ്ടായിരുന്നു, അവനവിടെ വന്നിരുന്നു, അവനവിടെ ഇരിപ്പുണ്ടായിരുന്നു മുടന്തനായിട്ട്. യേശു അവനെ സുഖപ്പെടുത്തിയില്ലല്ലോ. ഉത്തരം ഇത്രയേ ഉള്ളൂ, ഈ ലോകത്തിലെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താനല്ല യേശു വന്നത്. അപ്പൊ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ എന്തിനായിരുന്നു? അത് ദൈവരാജ്യം ഭൂമിയിൽ വന്നു എന്നറിയിക്കാനുള്ള അടയാളങ്ങളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ടതായ ഒരു പാഠം. ദൈവരാജ്യം ഭൂമിയിൽ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. കിട്ടിയോ? പ്രായമുണ്ട്, ഉണ്ട്, പ്രായം ഇല്ലെന്ന് പറയല്ലോ. ഹല്ലേലൂയ. സാരമില്ല, കണ്ടുപിടിച്ചാൽ മതി. അതായത് ദൈവരാജ്യം ഭൂമിയിൽ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അല്ലാതെ എന്നേക്കുമായി, കാരണം നമ്മുടെ തലവേദന മാറിയാൽ പല്ലുവേദന വരും, പല്ലുവേദന മാറിയാൽ നടുവേദന വരും.
ആധികാരികമായ സുവിശേഷം, ആധികാരികമായ സുവിശേഷം മക്കളെ, അത് യേശുക്രിസ്തുവിൻ്റെ ജീവനെ കുറിച്ചുള്ള സുവിശേഷം. അവൻ നമുക്ക് ജീവൻ തരാൻ വന്നതാണ്. അത് ഈ ലോകത്തിൽ തുടങ്ങി നിത്യതയോളം എത്തും. അതിലാണ് വിശ്വാസം. വിശ്വാസമുള്ളവർക്ക് ദൈവം തരുന്നതാണത്. പലതരം എഴുതി പറയാമോ? ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് മൂന്നാമത്തെ വചനം. അപ്പോൾ ഒന്നാമത്തെ വചനം ലൂക്ക 24:27 ബൈബിൾ അറിയണം, വ്യാഖ്യാനങ്ങൾ. 2 യേശു വന്നത് ജീവൻ, സമൃദ്ധമായി ജീവൻ തരാനാണ്. 3 1 കൊരിന്തോസ് 15:44 വാക്യം. 1 കൊരിന്തോസ് 15:44 വാക്യം. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഒന്നുകൂടെ വായിച്ചേ. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഇതാണ് മൂന്നാമത്തെ വചനം. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ നശ്വരമായ ശരീരം, മണ്ണിൽ വിതയ്ക്കപ്പെടുന്ന ശരീരം നമ്മളെല്ലാം അടക്കം ചെയ്യും. മണ്ണിനോട് ചേരും. അപ്പോഴിങ്ങനെ ചേരുന്ന ഈ വിതയ്ക്കപ്പെട്ട ശരീരം, പക്ഷേ ഇത് ഉയർത്തെഴുന്നേൽക്കും. ഒരു ആത്മീയ ശരീരം, ഒരു ഉദ്ധിത ശരീരം, ഒരു സ്പിരിച്വൽ പ്രസൻസ് നമുക്കുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മണ്ഡലമാണ് നമ്മളെ പുതുനാമ്പ്. ഈ നാമ്പ് ഉയർക്കുന്നതിന് നമ്മൾ സിമ്പിൾ കണ്ടാൽ മതി. ഭൂമിയിൽ നമ്മൾ ഒരു പയറുവിത്ത് നട്ടു, കുറച്ച് കഴിയുമ്പോൾ വിത്ത് പോലല്ലോ വേറൊരു സംഭവം, നല്ല ഇള നാമ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. ഇതെവിടെ സംഭവിച്ചു? ഇതാണ് ഇങ്ങനൊരു മാറ്റം നമുക്കുണ്ട് എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഭയങ്ങളല്ല, മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ മരണഭയം, രോഗഭയം, വിഷാദം, നിരാശ പെട്ടുപോകാനുള്ളവരല്ല. ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്ന, മനസ്സുമെടുത്ത് ജീവിക്കുക അല്ല. പ്രശ്നങ്ങളുണ്ടാവും. ഈ കുരിശ് മഹത്വത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധ സിറിൾ 386 മരിച്ച വിശുദ്ധ സിറിൾ എന്ന് പറഞ്ഞൊരു സഭാപിതാവ് പറയും, മക്കളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഈ കുരിശ് കൊണ്ട് നമ്മൾ മുദ്രയിടണം. ഇത് വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഈ ക്രൂശിതനെ ഏറ്റുപറയുകയാണ്. അപ്പോൾ കാരണം ഈ ക്രൂശിതനെ ഏറ്റുപറഞ്ഞാൽ ഒരു പുതുജീവൻ, ഒരു പുതുനാമ്പ് ഉയർക്കും, ഒരു സമൃദ്ധമായ ജീവൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ക്രൂശിതനെ ഏറ്റുപറയാൻ നാം ലജ്ജിക്കരുത്. നമ്മുടെ മുദ്ര കുരിശായിരിക്കട്ടെ. കുരിശടയാളം കൊണ്ട് നമ്മുടെ നെറ്റിത്തടത്തിൽ ചങ്കൂറ്റത്തോടെ അടയാളപ്പെടുത്താൻ നാം മടിക്കരുത്. ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തില് ഒരു 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 സംഘത്തിന്റെ നേതാവ് വന്നിട്ട് വിശ്വാസം സ്വീകരിച്ച അവിടുത്തെ നേതാക്കന്മാരെ, ഗോത്രത്തിലെ ആൾക്കാരെ മുഴുവനും അടിക്കുകയും ഓടിക്കുകയും വീടുകൾ തീ കത്തിക്കുകയൊക്കെ ചെയ്തു. ഉടനെ അവരുടെ കഴുത്തിൽ കിടന്ന കൊന്തയിലൊക്കെ അവർ മുറുകെ പിടിച്ചു. അപ്പോൾ അതെല്ലാം അവർ വലിച്ചു പൊട്ടിച്ചിട്ട് തീയിലെറിഞ്ഞു കളഞ്ഞു. ഉടനെ അതിൻ്റെ നേതാവ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഒരു വെന്തിങ്ങായും ഒരു കുരിശും വലിച്ചു പൊട്ടിച്ചിട്ട് കളഞ്ഞു. ഉടനെ അദ്ദേഹം നേരെ അടുക്കളയിലേക്ക് ഓടി അവിടെ നിന്ന് ഒരു തീക്കനലെടുത്തിട്ട് നെഞ്ചിലിങ്ങനെ കുരിശാകൃതി വെച്ച് കുരിശ് പോലെ പൊള്ളിച്ച് എന്നിട്ട് കാണിച്ചു എടുത്തിട്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ മാല പൊട്ടിക്കാൻ പറ്റി, ഇത് നിനക്ക് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത്ര വിശ്വാസമാണ് ചില ആളുകൾക്ക്. സ്നേഹമുള്ളവരെ, ഇത് അതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങളുടെ നെറ്റിത്തടത്തിൽ അങ്ങോട്ട് മുദ്രയിടണം. കുരിശ് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ആശീർവാദമൊക്കെ തരുമ്പോൾ ആർക്കാണ്ട് ഇങ്ങനെയല്ല, നമ്മൾ കുരിശ് വരയ്ക്കണം. അത് നമ്മളുടെ എന്താണെന്ന് അറിയാം, നമ്മൾ ക്രൂശിതനെ ഏറ്റുപറയുന്ന സമയമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സിറിൽ എന്ന് പറയുന്ന പിതാവ് പറയാണ്, നാം ഭക്ഷിക്കുന്ന അപ്പം, നാം പാനം ചെയ്യുന്ന ജലം, നാം ഏറ്റെടുക്കുന്ന സംരംഭങ്ങൾ എന്തും കുരിശ് കൊണ്ട് അടയാളപ്പെടുത്തണം. വളരെ അർത്ഥപൂർണമാണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ഒന്ന് കുരിശ്, അതിനെ ഒന്ന് വെഞ്ചരിക്കണം.
നമുക്കതിനുള്ള അധികാരമുണ്ട്. അതിനെ നമ്മൾ കുരിശ് കൊണ്ട് മുദ്രയിടണം. നമ്മൾ ഇടുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് കുരിശിന്റെ മുദ്രയാണ് അവിടെ വീഴുന്നത്. അതിൻ്റെ ആധികാരികത ക്രിസ്തുവിനാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമുദ്ര അതിൽ പതിയണം. നമ്മൾ പഠിക്കാൻ ഇറങ്ങുക, നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുക, നമ്മൾ വഴിയാത്ര പോവുക, വാഹനത്തിൽ കയറുക, പ്രിയപ്പെട്ടവരെ കുരിശ് വരയ്ക്കണം. പണ്ട് കുരിശടിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ നമ്മളൊരു കുരിശൊക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാം കാണുന്നുണ്ടോ? ആരും ഇല്ല തന്നെ ഇങ്ങനെ കുരിശ്. നാണോ? ഇത് നാണിക്കേണ്ട, ലജ്ജിക്കേണ്ട വിഷയമല്ല. ക്രൂശിതന്റെ മുദ്ര കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും നാം കുരിശടയാളം വരയ്ക്കണം. അതാണ് നമ്മുടെ ചിഹ്നം, നമ്മുടെ സൈനാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ പലപ്പോഴും ഏത് സാഹചര്യത്തിലാണ് കുരിശിൻ്റെ ഒരു അടയാളം. അതിൽ നമ്മൾ മരിക്കുമ്പോഴേ നമ്മുടെ തലയ്ക്കലൊരു സ്വർണ്ണ കുരിശ് കൊണ്ടുവെക്കും. എന്താ സ്വർണ്ണ കുരിശ് കൊണ്ടുവെക്കുന്നത്? അതിൻ്റെ കാരണം നമ്മൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിൻ്റെ അടയാളം. അത് മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, അതിൻ്റെ അടയാളമാണ്. കുരിശൊക്കെ ഇങ്ങോട്ട് വെച്ച് കത്തിച്ച മെഴുതിരിയൊക്കെ, അല്ലാതെ വേറൊന്നിനല്ല. അത് കുരിശ്. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പോഴതുകൊണ്ട് ഈ 3 വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ബൈബിളിൽ യേശുവിനെ കുറിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടത് അറിയാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സഹനങ്ങൾ മഹത്വത്തിലേക്ക്, ഒരു പുതിയ ജനുസിലേക്ക്, പുതിയ ജീവനിലേക്ക്, പുതിയൊരു നാമ്പെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2, യേശു വന്നത് ഈ സമൃദ്ധമായ ജീവൻ തരാനാണ്. ഈ ജീവന്റെ ഒരു സ്പാർക്ക്, ഒരു ചെറിയ വെട്ടം കിട്ടിയാൽ മതി. പിന്നീട് നമ്മൾ ഏത് സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കും, ചിരിച്ചുകൊണ്ട് നേരിടും. 3, ഇത് ഒരു പുതിയ നാമ്പാണ്. ഈ നശ്വര ശരീരം മണ്ണിൽ അഴിയണം. ഗോതമ്പ് മണി, അതിന് 2 സാധ്യതകളുള്ളൂ. ഗോതമ്പ് മണി, ഗോതമ്പ്, നെല്ല്, ഗോതമ്പ്, ഇതിനൊക്കെ 2 സാധ്യതയുള്ളൂ. ഒന്ന്, പത്തായത്തിൻ്റെ സാധ്യത. 2, വയലിൻ്റെ സാധ്യത. പത്തായത്തിൻ്റെ സാധ്യതയാണെങ്കിൽ ഒരു ക്ഷീണവും തട്ടത്തില്ല. കൊഴുത്തും മെഴുത്ത് മുഴുത്ത ഗോതമ്പ് മണി പത്തായത്തിൽ സുരക്ഷിതമായിട്ടിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ഈ ഗോതമ്പ് മണിയെ മിനുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, ലിപ്റ്റിക്കൊക്കെ ഇട്ട്, ക്യൂട്ടക്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പൂവൻകോഴി വന്ന് ഏതെങ്കിലും സമയത്ത് കൊത്തി തിന്നും പോകും. എന്നാൽ ഈ വയലിൻ്റെ സാധ്യത എന്താണെന്നറിയാമോ? അവിടെ വീണ് കഴിഞ്ഞാൽ നീറി ഈ മണ്ണിനോടത് ഇഴുകി വെന്ത് പൊളിഞ്ഞ് അഴിഞ്ഞ് ഇല്ലാതാവും. പക്ഷെ അവിടെ നിന്നൊരു നാമ്പിങ്ങോട്ട് പൊങ്ങും. ആ കതിരുകളിൽ മുഴുവനും നിറമണികൾ ഇങ്ങനെ വിരിഞ്ഞ് വിതുമ്പി നിൽക്കും. അതാണ് ജീവൻ, സമൃദ്ധമായ ജീവൻ, പുതുജീവൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സഹനങ്ങൾ നിസ്സാരമായി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കരുതരുത്, അച്ഛൻ എന്നാ സാധനം ഒന്നുമല്ല. നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ കുറേ വേദനയും വിഷമവും പ്രയാസവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തൊട്ട് അച്ഛൻ എന്നാ പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട. അത് പേഴ്സണല. ഓരോരുത്തർക്കും ഓരോരോ വിഷയങ്ങളുണ്ട്. ഈ ലോകത്ത് അവരുടേതായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളും പ്രശ്നങ്ങളും സഹനങ്ങളും സങ്കടങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും സഹിച്ചേ പറ്റൂ. ആരും കാണില്ല, ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാകത്തില്ലെന്ന ജീവിത സഖ്യ കുഞ്ഞുങ്ങൾക്കൊന്നും, അവർക്കൊന്നും പിടികിട്ടുകയല്ല. അവരൊക്കെ കൂടെ നിൽക്കുന്നു തോന്നും. പക്ഷേ സഹനം ഒറ്റയ്ക്ക് സഹിച്ചേ പറ്റും. പക്ഷേ അത് പുതിയൊരു ജനുസിലേക്ക്, ഒരു ഗോവേണിയാണ്, പുതിയൊരു ജീവനിലേക്കുള്ള നാമ്പെടുപ്പാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കുരിശിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. നേറ്റു പറയാം, കർത്താവായ ഈശോയേ, അങ്ങയുടെ കുരിശു മരണത്തിന്റെ അനന്ത ശക്തിയെ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 10 മിനിറ്റ് ഇല്ല, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് കൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. അത് ഈ ഒരു ആത്മീയ രഹസ്യമാണ്. ഈ കുരിശിൽ ഈ കുരിശു മരണത്തിൻ്റെ ഒരു ദൈവശാസ്ത്രം
അത് ശ്രദ്ധിക്കണേ. നിങ്ങൾ ശ്രദ്ധയോട് വചനം കേൾക്കാൻ ദാഹമുള്ളവരായതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. എന്തുമാത്രം ഇത് ആവർത്തിച്ച് കേട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെ ഉറക്കെ വായിച്ചു കേൾക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. എങ്ങനെ? മോശ മരുഭൂമിയിൽ എന്തിനെ ഉയർത്തി? സർപ്പത്തെ. ശ്രദ്ധിക്കണേ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പാഠമാണ്. സർപ്പം. ബൈബിളിൽ സർപ്പമെന്ന് പറഞ്ഞാൽ പാപമെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സർപ്പം പിശാചിന്റെ, കാനാൻകാരുടെ ദേവീ സങ്കല്പമാണ് സർപ്പം. സർപ്പത്തിൽ ബൈബിൾ പറയുന്നത് പാപമെന്നാണ്. സർപ്പം, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ട് സർപ്പം എന്ന് പറയുന്നത് പിശാചാണെങ്കിൽ സർപ്പത്തിൽ നിന്നുള്ളതാണ് പാപം. അപ്പൊ ബൈബിളിൽ പാപത്തിന്റെ പര്യായമാണ് എന്ത്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? സർപ്പം. സർപ്പം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു പാപം. അപ്പൊ ബൈബിളിൽ കൊല്ലുന്ന സർപ്പം, ഈ പാപത്തിന്റെ ദംശനമേറ്റ മരുഭൂമിയിൽ മോശ ഈ ജനത്തെ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ പാപത്തിന്റെ ദംശനമേറ്റ് മനുഷ്യരെല്ലാം മരിക്കാൻ തുടങ്ങി. അവരെ അനുസരണക്കേട് കാണിച്ചു ദൈവത്തിനെതിരെ പെറുപെറുത്തു. ഉടനെ ദൈവത്തിന്റെ കോപം ഇറങ്ങി. ദൈവത്തിന്റെ കോപത്താൽ ആളുകൾ മരിച്ചു, വീഴാൻ തുടങ്ങി. ഉടനെ മോശ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്താ ഇത്, ജനം മരിച്ചു വീഴുകയാണല്ലോ. ഉടനെ ദൈവം പറഞ്ഞു, നീ മരുഭൂമിയിൽ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തണം, അതിനെ നോക്കുന്നവർ രക്ഷപ്പെടും. അപ്പൊ ഈ സർപ്പം ഏതാ? രക്ഷിക്കുന്ന സർപ്പം. പ്രിയപ്പെട്ടവർ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ തിരുമേനിമാരൊക്കെ അംശവടി പിടിക്കാറുണ്ട് അല്ലേ? ഈ അംശവടിയിൽ എന്നാ അതിൻ്റെ തലയിലിരിക്കണേ? ഏത് ചിത്രമാ? ഒരു സർപ്പത്തിൻ്റെ ചിത്രം. നമ്മൾ ഓർക്കുക, ഇതെന്തൊരു വിഗ്രഹാരാധന. പ്രിയപ്പെട്ടവരെ, ബൈബിളിൻ്റെ പാഠമാണ്. അതായത് ഈ സർപ്പം രക്ഷിക്കുന്ന സർപ്പമാണ്. ഇടയൻ്റെ വടിയിൽ രക്ഷിക്കുന്ന സർപ്പം. ബൈബിളിൽ യേശു പറഞ്ഞു, മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. അപ്പൊ 2 തരം സർപ്പമുണ്ട്, മനസ്സിലാക്കണം. ഒന്നാമത്തെ സർപ്പമാണ് കൊല്ലുന്ന സർപ്പം. 2016 മാർച്ച് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പള്ളിപ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണിത്. കൊല്ലുന്ന സർപ്പമുണ്ട്, രക്ഷിക്കുന്ന സർപ്പമുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ബൈബിളിൽ നമുക്കറിയാം, ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ജീവിയാണ് സർപ്പം. ഉൽപ്പത്തി 3:15 3:1 പറയുന്നുണ്ട്. ആദ്യമായി ബൈബിളിൽ പറയുന്ന ജീവിയുടെ പേരാണ് സർപ്പം. ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകമായി വെളിപാടിൽ 12-ാം അധ്യായത്തിൽ ഈ സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ സർപ്പം എന്ന് പറയുന്നത് ബൈബിളിൽ കൊല്ലുന്ന ജീവിയാണ്. എന്നാൽ യേശു പറയാണ്, വേറൊരു സർപ്പമുണ്ട്, ആ സർപ്പം നമ്മളെ രക്ഷിക്കും. എങ്ങനെയാണ് ഈ കൊല്ലുന്ന ജീവി രക്ഷിക്കുന്ന ജീവിയായി മാറുന്നത്? ഇത് നമ്മുടെ ആത്മീയ പാഠമാണ്, അടിസ്ഥാനപരമായ ദൈവശാസ്ത്രമാണ്. നമ്മളത് മനസ്സിലാക്കണം. എന്നാൽ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ സർപ്പം മനുഷ്യനെ മരുഭൂമിയിൽ സർപ്പദംശനമേറ്റ് ഇസ്രായേൽ ജനം മുഴുവൻ മരിച്ചു വീഴുക. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ സർപ്പങ്ങൾ ഈ ദംശനം ഏറ്റ് പാമ്പ് കൊത്തി ആളുകൾ മരിച്ചു വീഴുക. മരുഭൂമിയിലെ മണലാരണ്യത്തിൽ ഈ മരുഭൂമിയിലൂടെ ഈ വിഷപ്പാമ്പുകൾ വന്ന് ഈ ജനത്തെ കടിക്കുന്നു. ജനം ഈ ഉഗ്രവിഷമേറ്റ് ജനം മരിച്ചു വീഴുക. അന്നേരം കർത്താവ് മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് ഈ സർപ്പത്തെ കൊന്നോ? ഇല്ല. കർത്താവ് നമ്മളെ കൊല്ലുന്ന സർപ്പത്തെ കൊന്നില്ല. മറിച്ച്
കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി പാളയ മധ്യത്തിൽ നാട്ടി നിർത്തി. അതിനെ നോക്കിയാൽ ഈ ജനം രക്ഷപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സർപ്പത്തെ ദൈവം കൊന്നില്ല, അതിനെ ജീവിക്കാൻ അനുവദിച്ചു. സർപ്പത്തെ ദൈവം കൊന്നില്ല. നമ്മളെ പാപത്തിന്റെ ദംശനമേൽപ്പിക്കുന്ന സർപ്പത്തെ, പിശാചിനെ ദൈവം കൊന്നില്ല, മറിച്ച് അതിനെ ജീവിക്കാൻ അനുവദിച്ചു. പക്ഷേ ഈ ദംശനമേക്കാതിരിക്കാൻ ദൈവം ഒരു പിത്തള സർപ്പത്തെ ഉയർത്തി. അതിനെ നോക്കണം. രക്ഷ കിട്ടാനായി ഈ സർപ്പത്തെ ഉയർത്തണം. എന്താണ് ഈ സർപ്പം? അത് മനസ്സിലാക്കാൻ 2 കൊറിന്തോസ് 5:21 ഇങ്ങനെ വായിക്കുന്നു. 2 കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. ആ വാക്യം മനസ്സിലേക്ക് ആഴപ്പെടണം, പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ സർപ്പമെന്ന്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. വളരെ ശക്തമായൊരു ഭാഷ പൗലോസ്ലീഹ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി എന്താക്കി? പാപമാക്കി. ബൈബിളിൽ സർപ്പമെന്ന് പറഞ്ഞാൽ എന്താണ്? പാപം. ബൈബിളിൽ സർപ്പമെന്ന് പറയുന്നത് പാപം. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. സർപ്പമെന്ന് പറയുന്നത് പിശാചാണ്, അപ്പോൾ പാപമെന്ന് പറയുന്നത് സർപ്പമാണ്. ഇവിടെ ബൈബിളിൽ ദൈവം പാപമറിയാത്തവനെ, ദൈവപുത്രനെ, ലോകത്തിൽ ഒരു പാപവും ചെയ്യാത്തവനെ, ദൈവത്തിന്റെ ഏകജാതനെ, സർവശക്തനായ ദൈവത്തെ അവിടുന്ന് പാപമാക്കി. പാപമാക്കി എന്ന് പറഞ്ഞാൽ സർപ്പമാക്കി. പ്രിയപ്പെട്ടവരെ, എന്തിനാണെന്നറിയാമോ? നമ്മൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, അവനിൽ യേശുക്രിസ്തുവിൽ നമ്മൾ പാപം ചെയ്ത നമ്മളെല്ലാവരും നീതിയാകേണ്ടതിന് അവനെ ദൈവം സർപ്പമാക്കി, പാപമാക്കി. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ പാപവും എടുത്ത് ഒരു തെറ്റും ചെയ്യാത്ത അവന്റെ മണ്ടക്കിട്ടു. അവനെ ഒരു പാപ കൂമ്പാരമാക്കി. അവനെ പാപത്തിന്റെ എല്ലാ, ലോകത്തിന് മുഴുവൻ പാപവും എടുത്ത് അവന്റെ മേൽ വെച്ചു. അതുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഇവൻ ആരായി? സർപ്പമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞ മോശയോട്. ഈ സർപ്പത്തെ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടും. എന്ത്? എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി കുരിശിൽ ഉയർത്തപ്പെട്ടവനെ വിശ്വാസത്തോടെ നീ നോക്കുമ്പോ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രക്ഷ ദൈവം മാന്ത്രിക വടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയല്ല തന്നത്, മറിച്ച് യേശുക്രിസ്തുവിന്റെ ഈ സഹനത്തിലൂടെയാ. ഈ ലോകത്തിന്റെ മുഴുവൻ പാപത്തിനൊരു ഒരു ശമ്പളമുണ്ട്. പാപത്തിന്റെ ശമ്പളം എന്താ? മരണമാ. നീ ചെറിയൊരു പാപം ചെയ്യുമ്പോ അത് വിലക്കപ്പെട്ട കനി, അത് ഭക്ഷിച്ച മരണമാ. ആ മരണം ഈ പാപത്തിന്റെ മുഴുവനും ഫലം എടുത്ത് അവന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് അവനെ സർപ്പമാക്കി, അവനെ ഉയർത്തി നിർത്തി. യോഹന്നാൻ 12:31-32 വാക്യം വായിക്കാമോ? യോഹന്നാൻ 12:31-32. ഇങ്ങനെ യേശു പറഞ്ഞു, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ. ഇതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട. ബാക്കി എല്ലാവരും കൊണ്ടുവന്ന് കാഴ്ചകൾ അടിയറവ് വെക്കുക. നമ്മളുടെ ആരാധനാക്രമത്തിൽ നമ്മൾ ഈ കാഴ്ച ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. ഈ ഉയർത്തപ്പെടൽ, ഈ പൊക്കിപ്പിടിക്കുക ഇങ്ങനെ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവൻ. ഈ സർപ്പം
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും വഹിച്ചുകൊണ്ട് ദൈവം അവനെ സർപ്പമാക്കിയിട്ട് അതിനെ മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിത്തള സർപ്പം കണക്കെ ഈ ലോകത്തിലെ അധികാരി പുറന്തള്ളപ്പെടാൻ, ഈ ലോകത്തിലെ ന്യായവിധി നമ്മൾ നീതീകരിക്കപ്പെടാൻ നമ്മുടെ സ്നേഹിതനും നമ്മുടെ കർത്താവും നാഥനും രക്ഷകനുമായവനെ ദൈവം ഒരു പാപമാക്കിയിട്ട് കുരിശിലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുക. ഇതിനെ രക്ഷകനായി കാണുമ്പോൾ, ഇതാണ് ഭൂമിക്കുള്ള ഏക അടയാളം. ഇത് കാണുമ്പോൾ നമ്മൾ രക്ഷപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവൻ സർപ്പമായി യേശു കുരിശിൽ ഉയർത്തപ്പെട്ട് നമ്മൾ അവനിലേക്ക് നമ്മുടെ പാപങ്ങളോടൊപ്പം അവനിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പാടുന്നത് ലോകത്തിനോടെ അനവധിയാം പാപം മായ്ച്ചിടാൻ സ്വയബലിയായൊരു മിശിഹ നിൻ ബലി പോ ഞങ്ങളെയും കാഴ്ചയായി തീർക്കുന്നു. ബലിതു സ്വീകൃതമാകണമേ. ഇതാണ് ബലിയുടെ ശുദ്ധമായ നിയോഗം. ഇനി നമ്മളെല്ലാം കുർബാനയിൽ ആ പാടും, അത്ര പാടണേ. കേട്ടോ, പാടൂല്ലേ? ആ പാടണം. ലോകത്തിനുടെ അനവധിയായ പാപം മായ്ച്ചിടാൻ സ്വയബലിയായ മിശിഹായേ, നിന്റെ ബലി പോലെ ഞങ്ങളുടെ ജീവിതവും ഒരു സഹന ബലിയാകാൻ എന്തായാലും സഹിച്ചേ പറ്റും. അതൊരു ബലിയായി തരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതാണ് കുർബാനയുടെ ചിത്തവൃത്തി. അത് കഴിഞ്ഞിട്ടാണ് ആർക്കായി കാഴ്ച എന്ന് പറഞ്ഞാൽ കുർബാനയിൽ പിന്നീട് നമ്മൾ പൊതു നിയോഗം, നമ്മുടെ തലവേദന, പല്ലുവേദന, അഡ്മിഷൻ, ഇതെല്ലാം പൊതു നിയോഗം ആർക്ക് വേണ്ടിയിട്ടൊക്കെ അർപ്പിക്കുന്നു. പക്ഷെ ആദ്യമേ പറയുന്നത് ഈ ശുദ്ധമായ നിയോഗമാണ്. അത് ഇങ്ങനെ ദൈവത്തിന് മുമ്പാകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സർപ്പം ഏത് ലോകത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട യേശുമിശിഹായേ, എൻ്റെ ജീവിതത്തെയും ഒരു സജീവ ബലിയായി ഞാനിതാ തരുന്നേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ശുദ്ധമായ നിയോഗം നമ്മൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ദൈവം ഇറങ്ങി വരും, വന്ന് അവൻ്റെ സ്നേഹം പുത്രൻ്റെ ഈ ബലിയെ തൊടും. അപ്പൊ തൊടുന്നത് നമ്മുടെ പാപങ്ങളെയാണ്. കാരണം ദൈവം അവനെ പാപമാക്കിയിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വന്ന് തൊടുന്നത്, സ്നേഹാഗ്നി വന്ന് തൊടുന്നത് നമ്മുടെ പാപങ്ങളെയാ. നമ്മുടെ പാപങ്ങൾ കത്തിത്തീരും, ഇല്ലാതാവും, നമ്മൾ മോചിക്കപ്പെടും. ഓ, എന്ത് സുന്ദരമാണ് നമ്മുടെ ബലി! എത്ര അർത്ഥപൂർണമാണ് നമ്മുടെ ആരാധന! സ്നേഹമുള്ളവർ, ഇതൊക്കെ അറിഞ്ഞ് നമ്മളൊന്ന് ബലിയർപ്പിക്കാമോ? ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ നേട്ടമാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളിതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണെന്ന തിരിച്ചറിവ് നമുക്ക് കിട്ടും. അങ്ങനെ സാത്താൻ തോൽപ്പിക്കപ്പെടും. അങ്ങനെയാണ് സാത്താൻ, പാപം തോൽപ്പിക്കപ്പെടുന്നത്. അല്ലാതെ കുറുക്ക് വഴികളിൽ ഇതിന് നമ്മൾ വിചാരിച്ച് ആത്മനിയന്ത്രണം കൊണ്ട് നമ്മൾ കുറേ അധ്വാനിച്ച്, കുറേ പ്രാർത്ഥിച്ച്, ശ്രമിച്ച് പരാജയപ്പെട്ട ചരിത്രമല്ലേ നമ്മുടേത്. മറിച്ച് നമ്മുടെ കുറവുകൾ അവൻ്റെ ശരീരത്തിലേക്ക് വെച്ചു കൊടുക്കണം. ദൈവം അവനെ പാപമാക്കി. ആ പാപത്തെ, പിത്തള സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ ഈ ബലിയിൽ നമ്മൾ ഉയർത്തണം. ആ ക്രൂശ് മരണത്തെ ഉയർത്തണം. അപ്പോ ദൈവത്തിന്റെ സ്നേഹം പുത്രന്റെ ഈ മരണത്തിൽ, എൻ്റെ ഏക മകൻ ബലിക്കലിൽ പടയുമ്പോൾ അപ്പന്റെ സ്നേഹം ഇറങ്ങി വരും, ഇറങ്ങി വന്നതിനെ തൊടും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പവിത്രീകരണം. അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും.
കാരണം നമ്മളെയാ തൊടുന്നത്. ബലിയിൽ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ബലി അർപ്പിക്കുന്നതിൻ്റെ കാര്യം അതാണ്. എല്ലാ ദിവസവും നമുക്ക് കുറവുകളുണ്ട്. അത് ആഘോഷിക്കുമ്പോൾ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുകയല്ല, ആവർത്തിക്കപ്പെടേണ്ടതുമല്ല, മറിച്ച് ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുമ്പോൾ ഈ നിമിഷത്തിലേക്ക് ആ സ്നേഹം വീണ്ടും നമ്മൾ വിളിച്ചിറക്കുക. അനംനേസിസ്, നമ്മൾ ആ ബലി ആവർത്തിക്കുകയല്ല. ചില ചോദിക്കുക എന്നും കുർബാനയല്ലേ, പിന്നെ കർത്താവിനെ കൊല്ലുകയല്ലേ? അല്ല, നമ്മൾ ആ ബലി ആവർത്തിക്കുകയല്ല, ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് അത് ആഘോഷിക്കണം. എങ്കിലേ ആ കൃപ ഈ നിമിഷം, ഇന്ന്, ഇപ്പോ എന്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരണം, ഓരോ ദിവസവും കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടും. അതാണ് കുരിശ് മരണം. അതുകൊണ്ട് ഈ കുരിശ് മുദ്ര, കുരിശിന്റെ അടയാളം, കുരിശ് വര, കുരിശിന്റെ പുകഴ്ച, കുരിശിനെ ആദരിച്ച് കുരിശ് മരണത്തിന്റെ പൊരുളുകൾ അറിഞ്ഞ് നമുക്ക് ജീവിക്കണം.